ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ പേര് പോളി ജോസഫ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം മധ്യസ്ഥ പ്രാർത്ഥന. ഇന്റർസെസിയോ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന വാക്കുണ്ടായിരിക്കുന്നത്. ടു സ്റ്റാൻഡ് ഇൻ ബിറ്റ്വീൻ, ടു ഫിൽ ദ ബ്രിഡ്ജ് എന്നാണ് ഇതിന്റെ അർത്ഥം. ബൈബിളിൽ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് ഏകദേശം 12 തവണ പറയുന്നു. എബ്രാഹവും മോശയും ദാവീദും ഡാനിയലും എസ്രായും നെഹേമിയയും എസക്കിയേലും ഏശയ്യയും പരിശുദ്ധ അമ്മയും ഈശോയും മാധ്യസ്ഥം വായിക്കുന്നത് നമ്മൾ ബൈബിളിൽ കാണുന്നു. സൊഡോമിലെ ജനങ്ങൾ പാപം ചെയ്തപ്പോൾ അവരെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിക്കുമ്പോൾ അതിനെതിരെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന എബ്രാഹത്തിനെ ഉൽപ്പത്തി 18 നാം കാണുന്നു. അമലേക്കരുമായ യുദ്ധത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന മോശ പുറപ്പാട് 17:11 കാണുന്നു. നിനവേലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യോനയെ നാം കാണുന്നു. ദൈവത്തിനും ഇസ്രായേൽ ജനത്തിനുമെതിരായി ഒരു മതിലിനുള്ളിൽ നീക്കുവാനായി ഞാൻ ഒരാളെ അന്വേഷിക്കുന്നു എന്ന ഭാഗം എസെക്കിയേൽ 22:30 കാണുന്നു. ആരെയും ഞാൻ കണ്ടില്ല. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് വേണ്ടി മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ്, അവരെ സ്നേഹിക്കുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് ചാൾസ് ബെൻഡ് പറയുന്നു. ക്രിസ്തീയരായി ജനിച്ച ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് ഓസ്വാൾഡ് ചേംബേഴ്സ് പറയുന്നു. സ്വർഗത്തിലേക്കുള്ള വാതിലാണ് പ്രാർത്ഥന, അതിന്റെ താക്കോലാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, കുരിശിൽ കിടന്നുകൊണ്ട് യേശു പ്രാർത്ഥിക്കുന്നു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ആ പ്രാർത്ഥനയുടെ മനോഭാവത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ 2 വാക്കുകൾ വളരെ കാഷ്വലായിട്ട് നാം ഉപയോഗിക്കാറുണ്ട്. ഒന്ന് സ്നേഹം, 2 പ്രാർത്ഥന. ആരെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞാൽ നാം ഉടനെ പറയും, ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളാം. പിന്നീട് എപ്പോഴെങ്കിലും അവർ നമ്മളെ കാണുമ്പോൾ ചോദിക്കുക, സാറേ പ്രാർത്ഥിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ എന്ത് പ്രാർത്ഥിച്ചു എന്ന് പോലും നമുക്ക് ഓർമ്മയില്ല. എന്താണ് നിങ്ങൾ പ്രാർത്ഥിച്ചത്? ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചോ? ഒന്ന് മുട്ടിൽ നിന്ന് ഒരു കർണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചോ? ഒരു വിശുദ്ധ കുർബാനയിൽ ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ? പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥതയോടുകൂടി സ്ഥിരോത്സാഹത്തോടുകൂടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഡാനിയേൽ 9:1 മുതൽ 9 വരെ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുവിൻ, വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുവിൻ, സ്ഥിരോത്സാഹത്തോടെ പ്രാർത്ഥിക്കുവിൻ, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുവിൻ, ദൈവജനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുവിൻ, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുവിൻ. എല്ലാവർക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുവാനും രാജാക്കന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ 1 തിമോഥെയോസ് 2:1 പറയുന്നു. എല്ലാവരുടെ മധ്യസ്ഥനായ നമ്മുടെ കർത്താവായ യേശു റോമർ 8:34 ഹീബ്രു 7:15 ആ മധ്യസ്ഥനോട്